ശരി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, രണ്ട് രാജികൾക്ക് ശേഷമാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണം വരുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ സിനിമാ നയം രൂപീകരിക്കുന്ന 10 അംഗ സമിതിയിലും അദ്ദേഹമുണ്ട്. കോൺക്ലേവിന്റെ നടത്തിപ്പുകാരനായിട്ടും അദ്ദേഹം വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ സർക്കാരിൽ തുടരാമോ, സർക്കാരിൻ്റെ ഭാഗമായി തുടരാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ചോദിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ഇന്ന് നോക്കൂ, 3 പൃഥ്വിരാജിൻ്റെ പ്രതികരണം, മുകേഷിൻ്റെ പ്രതികരണം, ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം, 3 തരം പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൽ പൃഥ്വിരാജിൻ്റെ പ്രതികരണം എത്രത്തോളം സ്വയം വിമർശനപരമാണ്, അതായത് താൻ കൂടി അംഗമായ സംഘടനയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായും പൃഥ്വിരാജിൻ്റെ പ്രതികരണം ഇപ്പോൾ മാത്രമല്ല, 2017 നമ്മുടെ പ്രശസ്തിയായ സഹോദരി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലും പൃഥ്വിരാജും ആസിഫ് അലിയൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും അമ്മ സംഘടനയിൽ അത് വലിയ വിവാദം ഉയർത്തുകയും അവരുടെ ആവശ്യപ്രകാരം അന്ന് ആരോപണ വിധേയനായി പിന്നീട് ഈ പിണറായി സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആ നടനെ എതിരെ അമ്മയിൽ നിന്ന് നടപടിയെടുപ്പിക്കുന്നതിൽ അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിച്ചിട്ടുണ്ട്, റോൾ വഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറക്കാതെ പോയിക്കൂടെ. തീർച്ചയായും പൃഥ്വിരാജിനെ പോലുള്ള യുവ നടന്മാർ, ആസിഫ് അലിയെ പോലുള്ള ആൾക്കാർ തീർച്ചയായും പ്രതീക്ഷ നൽകുന്നവരാണ്. ഇതിനെ എനിക്ക് രാഷ്ട്രീയമായി കാണുന്നതിൽ തീരെ താല്പര്യമില്ല. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവാണ്. അവർ വളരെ ഈ സർക്കാരിനെയും ഈ സംവിധാനത്തെയും മുഴുവൻ അടിച്ചാക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ സംഗതിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയോ ഇപ്പം നടക്കുന്ന ഈ മീറ്റൂവിൽ പറയുന്ന കാര്യങ്ങളെയോ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. വളരെ വ്യക്തമായി പറയാനുള്ളത്, ശ്രീ മുകേഷ് ഇടതുപക്ഷ സാംസ്കാരിക ബോധം വെച്ച് ഇടതുപക്ഷത്തെ ഹൃദയത്തിലേറ്റി അധികാരത്തിലെത്തിയ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ശ്രീ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം. മുകേഷിന് ലഭിക്കുന്നത് രാഷ്ട്രീയ പിന്തുണയല്ലേ അഡ്വക്കേറ്റ് സി ഷുക്കൂർ? മുകേഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിന്തുണയല്ലേ? അല്ല, നമ്മളെ സ്മൃതി ഞാൻ പറഞ്ഞു കഴിയട്ടെ. മുകേഷിന് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടതുപക്ഷമോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിയട്ടെ. സ്മൃതി ഇടയിൽ കയറല്ലേ. അവരിപ്പോൾ സംസാരിക്കുമ്പോൾ സ്മൃതി ഒന്നും തടസ്സപ്പെടുത്തിയില്ലല്ലോ. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക ബോധമുള്ള ആൾ, ഇടതുപക്ഷ പ്രവർത്തകർ ഒരിക്കലും ഇത്തരം ഒരാൾ MLA സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് ആ വെളിപ്പെടുത്തിയ സഹോദരി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉറപ്പിൻ്റെ പുറത്താണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നതാണ്. മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം നൽകിയ വാക്ക് പാലിക്കുമെന്ന് ജനങ്ങൾക്കറിയാം. അദ്ദേഹം എക്കാലത്തും പറഞ്ഞ വാക്കുകൾ ഉറപ്പിച്ച് നടത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്മൃതി ഉടനെ എന്നോട് ചോദിക്കും, 4 വർഷം ഈ റിപ്പോർട്ട് എവിടെയായിരുന്നു? അത് പലവട്ടം ആ കാര്യം ചർച്ച ചെയ്തതാണ്. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത്, ശ്രീ മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമുള്ളത്. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായ യാതൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇതൊരു ഇഷ്യൂ ബേസ്ഡായ സംഗതിയാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹത്തെ പോലെ വർഷങ്ങളോളം സിനിമയിലുള്ള ഒരാൾക്കെതിരെ വന്ന ആരോപണത്തെ അതേ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ SIT നിയമിച്ചിട്ടുണ്ട്. ആ അന്വേഷണ ടീമിൽ സ്ത്രീകളുണ്ട്, മുതിർന്ന IAS ഓഫീസർമാരുണ്ട്, അവരെക്കാൾ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള അന്വേഷണത്തിൻ്റെ മേധാവി, അതിന് തൊട്ട് താഴെയുള്ള ആ ചുമതലയുടെ നിയന്ത്രിക്കുന്നയാൾ, അതിന് താഴെ IPS ലെവലിലുള്ള ഉയർന്ന എക്സ്പീരിയൻസ്ഡ് ആയ ഇതുപോലുള്ള കേസുകൾ അന്വേഷിച്ച് പ്രാഗൽഭ്യമുള്ള IAS വനിതാ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ടവരുമുണ്ട് ഈ സംഘത്തിൽ. നമ്മൾ പരിശോധിക്കാം. നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞാണ് പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. അങ്ങനെ പരാതി ലഭിച്ചതിൻ്റെ പുറത്ത്, വെളിപ്പെടുത്തിയതിൻ്റെ പുറത്തുള്ള അന്വേഷിക്കാനാണ് ടീമിനെ വെച്ചത്. സി ഷുക്കൂർ, നമ്മുടെയൊക്കെ ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരന്വേഷണവും നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ സ്മൃതി, അന്വേഷണം ഇപ്പം ഒരു മിനിറ്റ്, റിട്ട് അരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി സീൽ വെച്ച കവറിൽ ബാക്കി പേപ്പറുകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയെ പരിശോധിക്കട്ടെ എന്ന് നമ്മൾ അതിനിടയിൽ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ വലിയ നേതാവാണ്. അദ്ദേഹം DCC പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നയാളാണ്. അവരുടെ പാർട്ടിയിലെ 2 MLA FIR രജിസ്റ്റർ, ആരോപണമല്ല, FIR രജിസ്റ്റർ ചെയ്ത് സുദീർഘമായി പോലീസ് അന്വേഷിച്ച് 2 പേർക്കെതിരെ ബലാത്സംഗത്തിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 2 MLA മാർക്കെതിരെ, എൽദോസിൻ്റെ പേരിലും വിൻസെൻറ്റിൻ്റെ പേരിലും. ആ പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്ത് അവരെ മാറ്റി നിർത്തിയിരുന്നോ? അവരെ രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കുറ്റപത്രം കൊടുത്തവരെ കുറിച്ചാണ് പറയുന്നത്.
ആരോപിത വിധേയമായോ FIR രജിസ്റ്റർ ചെയ്തോ അല്ല. 2 MLA മാർ അത് ഇന്നും കേരളം ആദ്യത്തെ MLA അയാൾ ആദ്യത്തെ ഘട്ടത്തിൽ വിൻസെൻ്റ് എന്ന് പറയുന്ന ആൾ ആദ്യത്തെ ഘട്ടത്തിൽ MLA ആയ സമയത്താണ് ആരോപണം വരികയും അദ്ദേഹത്തിനെതിരെ FIR വന്ന് ജയിലിൽ കിടന്ന് വീണ്ടും അയാൾക്ക് കോടതി മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. വീണ്ടും അയാൾ MLA ആയി. ഇന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ വധശ്രമത്തിനും റേപ്പിനുമാണ് അയാൾക്കെതിരെ കേസ്. അവർ MLA മാരെ ഇരിക്കുന്നില്ലേ? ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഞാൻ പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ്. എനിക്ക് തർക്കമൊന്നുമില്ല. ബിന്ദു കൃഷ്ണക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ 2 MLA മാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ അവർക്ക് പറ്റുമോ? ബിന്ദു അതിന് മറുപടി പറഞ്ഞോളൂ. ബിന്ദു അതിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ ബാക്കി അതിലേക്ക് പോകാം. രാഷ്ട്രീയം കൊണ്ട് മറക്കാൻ പാടില്ല. ബിന്ദു അതിന് മറുപടി പറഞ്ഞോളൂ. അല്ല ഞാൻ അവരുടെ പോയിന്റ് ടു പോയിന്റ് മറുപടി പറയണല്ല. അല്ല പോയിന്റ് ടു പോയിന്റ് മറുപടി അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ബിന്ദു വേഗം പറഞ്ഞ ശേഷം എനിക്ക് പറഞ്ഞോട്ടെ ശ്രീ വിൻസെന്റിനെതിരെ ആരോപണം വന്നപ്പോൾ അന്ന് KPC സെക്രട്ടറി ആയിരുന്ന ശ്രീ വിൻസെന്റിനെ ആ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റി നിർത്തി. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് തന്നെയാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്കും ശ്രീ M വിൻസെന്റിനും എതിരെയുള്ള ആരോപണങ്ങളെ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് നോക്കിക്കണ്ടത്. മാത്രവുമല്ല ശ്രീ M വിൻസെന്റിനെയോ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോ ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ ഏതെങ്കിലും അൺഡ്യൂ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ തരമില്ല. CPM ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെ വൈരനിരാധന ബുദ്ധിയോടുകൂടി തന്നെ കേസെടുക്കത്തിൽ വേറെ ഒന്നുമില്ല. അത് നിയമപരമായി തന്നെ മാറി. ഇതാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ അത് രാഷ്ട്രീയം. രണ്ടുപേരും ആരോപണം ഉന്നയിച്ച് പോലീസ് FIR അദ്ദേഹം പിന്നീട് പൊതുമണ്ഡലത്തിൽ ഇറങ്ങിയതെന്ന് അറിയാത്തവരല്ല നമ്മളാരും. അതും ഇതുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. കുറ്റപത്രം കേസ് കൊടുത്താണ് നിങ്ങൾ ഈ ബിന്ദു കുറ്റപത്രം കൊടുത്ത കേസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് രാഷ്ട്രീയം കാണല്ലേ? നിങ്ങൾ കുറ്റപത്രം കൊടുത്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഏജൻസിക്കെതിരെ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? നിങ്ങളെ കേരളത്തിലെ അന്വേഷണ ഏജൻസി തെറ്റാണെന്ന് ആക്ഷേപമുണ്ടോ? നിങ്ങൾ റേപ്പ് കേസിലെ അന്വേഷണ വിധേയമാണ് ശരി, നമുക്ക് മുകേഷിനെ MLA ആയി മാത്രം കണ്ടാൽ പോരാ. ഒരു മിനിറ്റ്, നമുക്ക് രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇവിടെ അതിജീവിതരുണ്ട്. ഇല്ല 2 അനുഭവസ്ഥർ അവരുടെ സാഹചര്യം വ്യക്തമാക്കാനായി ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സിനിമാ മേഖലയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലും ആണ് നമ്മുടെ ചർച്ച. അതിലേക്ക് തന്നെ നിങ്ങൾ രണ്ടുപേരും തിരിച്ചെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Debate with Smriti Parithikad.